സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസ്റ്റയുടെ അങ്ങേ അറ്റത്ത് വിവരം കെട്ട കുറേ എണ്ണത്തിനെയാണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കുറവുണ്ടെങ്കിലും മണ്ടത്തരത്തിനും ഒരു കുറവില്ല, ഇൻസ്റ്റയിൽ റീച്ചിനും ഒരു കുറവില്ല. ഇവർ കുറേ പേർക്ക് മാതൃക, കാരണം കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മണ്ടത്തരം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുമെന്ന് കാണിച്ചു തന്ന ചേച്ചിമാരെ ഇവരെല്ലാവരും. വീഡിയോയിലോട്ട് വന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കിലും ഞെക്കിയേക്കാം, സബ്സ്ക്രൈബിലും ഞെക്കിക്കാം, മണി ഓടിച്ചോട്ടിച്ചേക്കാം. വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് റീൽസ് കാണുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ അടിയിലത്തെ ക്യാപ്ഷൻ എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മീൻ മൈ ബോയ് ഫ്രണ്ട്. ചേച്ചിയുടെ സ്വഭാവം വെച്ച് ആ കുരങ്ങെങ്കിലും സെറ്റായത് ചേച്ചിയുടെ ഭാഗ്യം. കാരണം ബിഗ് ബോസിൽ പോയതിനു ശേഷം കേരളത്തിൽ ഹൈജീൻ എന്തോന്ന് അറിയാത്തവരെ വരെ ചേച്ചി ഹൈജീൻ പഠിപ്പിച്ച്. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ തുപ്പിയുടെ ചായ കൊണ്ട് ജിൻഡയ്ക്ക് കൊടുത്തത് തന്നെ വലിയൊരു എക്സാമ്പിൾ. അത്രയ്ക്ക് വൃത്തിയില്ല, രാവിലെ എണ്ണിച്ച് കുളിക്കാത്ത ഒരു പരിപാടിക്കും ചേച്ചി പോകത്തില്ല. അടുത്ത ഷൂട്ടിനുള്ള ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അവിടെ നല്ല ഇരുട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ക്യാമറ ഓണാക്കുന്ന ചേച്ചിയുടെ കണ്ണിൽ പെടുകയുണ്ടായി. അപ്പോൾ മനസ്സിലായി ഇരുട്ടില്ലേ, അപ്പോൾ മുഖം ഉള്ളതും കൂടെ ഇതായിട്ട് ക്യാമറ കാണത്തുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ചേച്ചി തന്നെ ഫോണിന്റെ വെട്ടം ഓണാക്കി ഇങ്ങനെ അങ്ങ് പിടിച്ച്. ഇതിൽ കൂടെ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചേച്ചിയുടെ ബുദ്ധി വിമാനം തന്നെ. ഈ രേണു ചേച്ചിയെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇമോജി കമന്റ് ബോക്സിൽ അറിയിക്കും, നമുക്ക് നോക്കാം എത്ര പേർ ഒരേ വീട്ട് വരുന്നെന്ന്. അതിപ്പോഴും സ്റ്റിൽ സെയിം ആണ്. ഇല്ല, തോന്നിയതല്ലേ. ഇല്ല, അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സെയിം സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. ഹോ, ചേച്ചിക്ക് നിലപാടിന്ന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കാരണം ചേച്ചി ഇപ്പോഴും പറയുന്നുണ്ട് ആദില നോറ വീടിന്റെ പരിസരത്ത് കേട്ടിട്ടില്ലെന്ന്. അത് കുറ്റമൊന്നും പറയാനില്ല, കാരണം ചേച്ചി കാശ് കൊടുത്തു പണിഞ്ഞ വീട്ടിൽ ആരൊക്കെ കയറണമെന്ന് ചേച്ചിയുടെ ഇഷ്ടം. എന്തായാലും ചേച്ചി ബിഗ് ബോസിൽ നിന്നല്ലേ എവിക്റ്റ് ആയിട്ടുണ്ട്. എവിക്റ്റ് ആയെന്ന് പറഞ്ഞ് ചേച്ചിക്ക് വിഷമിക്കാനൊന്നുമില്ല, കാരണം ബിഗ് ബോസിൽ കയറിപ്പോൾ ഇപ്പോൾ 12K ഫോളോവേഴ്സും കൊണ്ട് പോയ ചേച്ചി ഇപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ 118K ഫോളോവേഴ്സും കൊണ്ടാണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തന്നെയാണ് നല്ലത്, കാരണം കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോ ഇട്ട് എനിക്കിപ്പോൾ 11.8K സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ചേച്ചി ബിഗ് ബോസിൽ ഒന്ന് പോയി ഒരു ഇല്ല പറഞ്ഞതിൻ്റെ പേരില്ല ഈ 118K ഫോളോവേഴ്സ് ചേച്ചിക്ക് കയറിയത്. ഇതൊക്കെയാണ് PR വർക്ക്. ആരാണെങ്കിലും അങ്ങനെ അത്ര ഫോളോവേഴ്സ് മേടിച്ചു കൊടുത്തില്ലേ. ഈ മാല അരിഞ്ഞാണ് നോക്കിയിട്ട് കളിക്കുന്ന ആരാന്ന് മനസ്സിലായോ? ആറാട്ടണം തന്നെ. നിങ്ങൾക്കൊന്നും തലയ്ക്ക് സുഖമില്ല. ഇടയ്ക്ക് ചലഞ്ചേഴ്സൊക്കെ റീൽസ് ഇട്ടേക്കുന്നുണ്ടായിരുന്നു, ആറാട്ടണിന് സുഖമില്ല, ആശുപത്രി ഇല്ല എന്നൊക്കെ പറഞ്ഞ്. ആ തലയ്ക്കാരും സുഖമില്ലാഞ്ഞെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. അതോ ഇനിയിപ്പോൾ കമ്പാക്ക് എടുത്താൽ നോക്കിയതാന്ന്. എന്തായാലും കൊള്ളാം കേട്ടോ. ട്രെയിനിങ് കൊടുത്ത് കുരങ്ങ് കിടന്ന് തുള്ളുന്ന കൂട്ടുണ്ട്. ഒരു ഇല്ല പറഞ്ഞ് വയറില്ലെന്നും പറഞ്ഞ് ഇല്ല എന്നുള്ള കേക്കാന്നോ മുറിക്കുന്നേ. എന്നാ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും, വീടിന്റെ ഫ്രണ്ടിൽ ഫ്ലെക്സിനകത്ത് എഴുതി തൂക്ക് ഇല്ല എന്നും പറഞ്ഞ്. നല്ല ഐശ്വര്യമായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് ഈ ലാലേട്ടനെ ലക്ഷ്മി കളിയാക്കുന്ന കൂട്ട്. അതിന് ആദിലെ നോറയും കളിയാക്കുന്ന രീതിയിലെ ലക്ഷ്മി ഉദ്ദേശിച്ചെങ്കിലും പക്ഷെ കാണുന്നവർക്ക് തോന്നുന്നത് ലാലേട്ടനെ കളിയാക്കുന്ന കൂട്ട് തന്നെ. നിങ്ങൾ പറയാം, എനിക്ക് എങ്ങനെ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് അയക്കി നമുക്ക് നോക്കാം. ആഹാ, പ്രതീക്ഷയായിട്ടായി രേണു ചേച്ചിയും കണ്ടുകൂട്ടിയോ? എനിക്കൊന്ന് ബിഗ് ബോസ് തുടങ്ങി ഇപ്പോൾ 75 ദിവസമായി. ഈ 75 ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നതെന്ന് തോന്നുന്നവർ. അയ്യോ, ലോങ് ബ്രേക്കിന് ശേഷം അവർ എന്തായാലും കണ്ടുപിട്ടി. എൻ്റെ ക്യാപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ വർക്ക് കമ്മിങ് സൂൺ. എന്നാൽ പിന്നെ എനിക്ക് പറയാനുള്ള ന്യൂ വീഡിയോ കമ്മിങ് സൂൺ. കാരണം നല്ല വിവരക്കേട് കാണിച്ചായിരിക്കും അടുത്ത റീൽസ് ഒക്കെ ഇറക്കുന്ന ഇവർ. ഇവരുടെ വർക്കൊക്കെ എന്ന് പറയുമ്പോൾ ലോജിക്ക് അടിച്ചുകൂടെ പോലും പോയിട്ടില്ല. വൈറലാവാൻ വേണ്ടി എന്ത് വേണമെങ്കിലും കാണിക്കും. എൻ്റെ പൊന്നലിഞ്ചസ് രാവണപ്രഭു സിനിമയിൽ നിന്ന് ഡയലോഗ് എടുത്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇയാൾ ലാലേട്ടനാവണമെന്നില്ല. അത് രാവണപ്രഭു, ഇത് കണ്ണാപ്പി പ്രഭു. അല്ല, രാവിലെ ഒരു ക്യാമറ എടുത്തോണ്ടെങ്കിൽ ഇറങ്ങിക്കോളും, മണ്ടത്തരം കാണിക്കും. അത് പിടിക്കാനാണെങ്കിൽ ഒരു 500 ക്യാമറ എൻ്റെ ഫ്രണ്ടി. தேவ்தாஸ் சார், நீங்க ஏன் இவ்வளவு பண்றீங்க? எனக்குள்ள கலக்குற ഓ, ലോക അത്ഭുതങ്ങളിൽ ഒന്നായി സംഭവിച്ചേക്കുന്നത്. കാരണം രേണുസുധിയുടെ മാത്രം റീൽസ് ഇട്ടുകൊണ്ടിരുന്ന പ്രതീക്ഷേട്ടയുടെ ഇതിനകത്തോട്ട് ഭാര്യയുടെയും കൂടെ റീൽസ് കയറി വന്ന് തല രേണുചേച്ചിയെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുമ്പിട്ട് റീൽസ് ആയത്. കാരണം രേണുചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാര്യയെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ നേരത്തെ മുൻകൂറായിട്ട് കിട്ടുന്നേ ഉള്ളൂ.
രേണുചേച്ചിയുടെ ഇന്ന് ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടി സ്കൂളിലെ പിള്ളേരെല്ലാം ക്യൂവിൽ നിൽക്കുന്നു. എടാ നിനക്കൊക്കെ ഉളുപ്പില്ലൂടാ. ശേ അയ്യേ, ഇവരൊക്കെ നാണമുണ്ടോ? ഞാനെങ്ങാനും വരുന്നെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം സ്കൂളിലോട്ട് പോകത്തില്ലായിരുന്നു. കാരണം അവിടെ പ്രശ്നം കാണണ്ടേ, പിന്നെ ക്യാമറയും കൊണ്ടും കാണും ഓരോ ആൾക്കാർ പുറകിൽ. അതെടുത്ത് റീൽസ് ഇട്ട് വൈറലാവാൻ വേണ്ടി, ചേച്ചിക്ക് അത് ഇട്ടിട്ട് ആളാവാൻ വേണ്ടി. എന്തായാലും നിങ്ങളുടെ സ്കൂളിലെങ്ങാനും ഇങ്ങനെ ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് എടുത്തോണ്ട് ഓട്ടോഗ്രാഫിന് പോവോ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാനെങ്ങാനും വരുന്ന ആ സ്ഥാനത്തേക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരുന്നെന്ന് അറിയാം. കാരണം നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതേ ദിവസം തന്നെ എടുക്കുന്ന വീഡിയോ ചെയ്ത്. അതുകൊണ്ട് തന്നെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും, സഹിക്കുക. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് ഇച്ചിരി ലെങ്ത് കൂട്ടിയിടാം. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ കുറച്ചും കൂടെ ഡാർക്ക് സൈഡിലോട്ട് പോയിട്ട് ഈ റീൽസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്കിലും ഒന്ന് ഞെക്കി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് ഞെക്കണം. എന്നാലേ നമുക്ക് അടുത്ത റീൽസൊക്കെ കൊണ്ടൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം, വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണം, പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.